നിങ്ങൾ ചോദിക്കുന്നതെന്തും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് ശരിയായ ഭാഷയിലാണോ? നിങ്ങൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെറും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിലെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യും? മാനിഫെസ്റ്റേഷൻ എന്നത് മാസങ്ങളോളം നീളുന്ന ഒരു തപസ്സല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെ ലളിതമായ ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിജയികൾ ആരും പുറത്തു പറയാത്ത, എന്നാൽ രഹസ്യമായി പ്രയോഗിക്കുന്ന ആ 8 മാന്ത്രിക വിദ്യകൾ, അതാണ് ഇന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇത് കേവലം ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ കോഡാണ്. വിശ്വസിക്കാൻ പ്രയാസം തോന്നാം, പക്ഷേ ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമായി മാറുന്നത് നിങ്ങൾ നേരിട്ട് കാണും. നിങ്ങൾ അതിന് തയ്യാറാണോ? നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിഷ്വലൈസേഷൻ ചെയ്യണം, പോസിറ്റീവായി ചിന്തിക്കണം എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം നടക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താൻ ഇത്രയധികം വൈകുന്നത്? ഇവിടെയാണ് മാനിഫെസ്റ്റേഷനിലെ എളുപ്പവഴികളുടെ പ്രസക്തി. പ്രപഞ്ചത്തിന് വലുതെന്നോ ചെറുതെന്നോ ഉള്ള വ്യത്യാസമില്ല. 1 രൂപ മാനിഫെസ്റ്റ് ചെയ്യുന്നതും 1 കോടി രൂപ മാനിഫെസ്റ്റ് ചെയ്യുന്നതും പ്രപഞ്ചത്തിന് ഒരേപോലെയാണ്. തടസ്സം നിൽക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പരിമിതികളാണ്. ആ പരിമിതികളെ തകർത്ത് പ്രപഞ്ചത്തിന്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്ന 8 വിദ്യകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും തിയറികളല്ല. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച, ശാസ്ത്രീയമായും ആത്മീയമായും തെളിയിക്കപ്പെട്ട തന്ത്രങ്ങളാണ്. 369 മെത്തേഡ് മുതൽ നിഗൂഢമായ പില്ലോ മെത്തേഡ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വലിയ തടസ്സങ്ങളെ മാറ്റാനുള്ള താക്കോലുകളാണ്. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അതിപ്പോൾ തന്നെ ഈ നിമിഷം നടന്നു കഴിഞ്ഞു എന്ന ഉറപ്പോടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തോട് തുറന്നു പറയാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാകട്ടെ ഇത്. നമുക്ക് തുടങ്ങാം. 17 സെക്കൻഡ് റൂളും വാട്ടർ ടെക്നിക്കും. 1. 17 സെക്കൻഡ് നിയമം മൈനസ് മാനിഫെസ്റ്റേഷന്റെ സ്പാർക്ക്. നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത് 17 സെക്കൻഡ് നിയമം ആണ്. വിഖ്യാത മാനിഫെസ്റ്റേഷൻ കോച്ച് അബ്രഹാം ഹിഗ്സ് ആണ് ഈ വിദ്യ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാം, പക്ഷേ ഇതിന്റെ പവർ അതിശയിപ്പിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? നമ്മുടെ തലച്ചോറിൽ ഒരു ചിന്ത ഉദിക്കുമ്പോൾ അതിന് ചെറിയൊരു എനർജി മാത്രമേയുള്ളൂ. എന്നാൽ നിങ്ങൾ ആ ഒരു ചിന്തയെ മറ്റൊന്നിലേക്കും പോകാതെ 17 സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുകയാണെങ്കിൽ ആ ചിന്തയ്ക്ക് ഒരു കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം സംഭവിക്കുന്നു. അത് പ്രപഞ്ചത്തിലേക്ക് ശക്തമായ ഒരു സിഗ്നൽ അയച്ചു തുടങ്ങുന്നു. എങ്ങനെ ചെയ്യണം? രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന ആ നിമിഷം, നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയം, കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുക. വെറും 17 സെക്കൻഡ്, വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. 17 സെക്കൻഡ് കഴിയുമ്പോൾ ആ ചിന്തയുടെ പവർ ഇരട്ടിയാകും. ഇത് 4 തവണ ആവർത്തിച്ച് 68 സെക്കൻഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി കഴിഞ്ഞു. ആഗ്രഹം യാഥാർത്ഥ്യമാകാനുള്ള ചക്രങ്ങൾ തിരിഞ്ഞു തുടങ്ങും. 2. വാട്ടർ മാനിഫെസ്റ്റേഷൻ, ജീവജലത്തിലെ മാന്ത്രികത. രണ്ടാമത്തെ വഴി വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണ്. വെള്ളത്തിന് ഓർമ്മശക്തി ഉണ്ടെന്നും വാട്ടർ മെമ്മറി അതിന് ഊർജത്തെ ആഗിരണം ചെയ്യാൻ കഴിയുമെന്നും ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാരു ഇമോട്ടോ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണെന്ന കാര്യം മറക്കരുത്. പ്രവർത്തന രീതി: 1 ഗ്ലാസ് കുടിവെള്ളം എടുക്കുക. ആ ഗ്ലാസിനെ നിങ്ങളുടെ 2 കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹം ഒരു അഫർമേഷനായി പറയുക. ഉദാഹരണത്തിന്, ഞാൻ സമ്പന്നനാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതം സന്തോഷകരമാണ്. ആ വെള്ളം ഒരു മാധ്യമമായി പ്രവർത്തിച്ച് നിങ്ങളുടെ വാക്കുകളിലെ ഊർജത്തെ സ്വീകരിക്കും. അത്ഭുതം! ആ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വെറും ദ്രാവകമല്ല കുടിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അതേ ഫ്രീക്വൻസിയുള്ള ഊർജമാണ്. ആ വെള്ളം നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും എത്തുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ആഗ്രഹത്തിനൊപ്പം ഉയരും. ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും ഇതൊരു ശീലമാക്കിയാൽ എത്ര വലിയ തടസ്സങ്ങളും നിഷ്പ്രഭമാകും. 3. 3, 6, 9 മെത്തേഡ് മൈനസ് പ്രപഞ്ചത്തിന്റെ മാന്ത്രിക സംഖ്യകൾ. പ്രശസ്ത ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 3, 6, 9 എന്നീ സംഖ്യകളുടെ മഹിമ അറിയാമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രപഞ്ചത്തിന്റെ താക്കോലുണ്ട് എന്ന്. ഈ സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ എളുപ്പവഴി. എന്താണ് ഈ രീതി? ഇതൊരു റൈറ്റിംഗ് ടെക്നിക്കാണ്. നിങ്ങളുടെ ആഗ്രഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു വാചകമായി എഴുതുക. ഉദാഹരണത്തിന്, എനിക്ക് പ്രൊമോഷൻ ലഭിച്ചതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. എങ്ങനെ ചെയ്യണം? 1. രാവിലെ 3 തവണ, ഉറക്കമെഴുന്നേറ്റ ഉടനെ ആ വാചകം 3 തവണ എഴുതുക. ഇത് നിങ്ങളുടെ ബോധ മനസ്സിനെ ഉണർത്തുന്നു. 2. ഉച്ചയ്ക്ക് 6 തവണ, തിരക്കുകൾക്കിടയിൽ ഉച്ചസമയത്ത് ഇത് 6 തവണ എഴുതുക. ഇത് നിങ്ങളുടെ ആഗ്രഹത്തിന് ഊർജം നൽകുന്നു. 3. രാത്രി 9 തവണ, ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് 9 തവണ ഇത് എഴുതുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആ കാര്യത്തെ ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നു. ഈ നമ്പറുകൾ പ്രപഞ്ചത്തിന്റെ ഒരു ഡിജിറ്റൽ കോഡ് പോലെയാണ്. ഇത് തുടർച്ചയായി 21 ദിവസം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹം ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാം.
4. സ്ക്രിപ്റ്റിംഗ് മൈനസ്. നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ എഴുതുക. നാലാമത്തെ വഴി സ്ക്രിപ്റ്റിംഗ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സിനിമയുടെ തിരക്കഥാകൃത്താണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ആഗ്രഹം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒന്നല്ല, മറിച്ച് ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്ന രീതിയാണിത്. ചെയ്യേണ്ട രീതി: ഒരു ഡയറി എടുക്കുക. ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക. നടന്ന കാര്യങ്ങൾ വിവരിക്കുക. ഇന്ന് അതിശയകരമായ ഒരു ദിവസമായിരുന്നു. രാവിലെ ഞാൻ വിചാരിച്ച ആ ഫോൺ കോൾ എനിക്ക് വന്നു. എനിക്ക് ആ വലിയ പ്രോജക്റ്റ് ലഭിച്ചു. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനാണ്. സ്റ്റാർ. ഇങ്ങനെ കൃത്യമായ വിവരങ്ങളോടെയും വികാരങ്ങളോടെയും എഴുതുക. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? നിങ്ങൾ ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമയത്തെ ടൈം മറക്കുന്നു. കഴിഞ്ഞ കാര്യമാണോ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് മനസ്സിന് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ എഴുതുന്ന ആ ഫീലിംഗ് യാഥാർത്ഥ്യമാണെന്ന് പ്രപഞ്ചം വിശ്വസിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. വെറും 5 മിനിറ്റ് മതി ഈ മാന്ത്രികത പ്രവർത്തിക്കാൻ. ഈസ് ടാക്ടിക്കും പില്ലോ മെത്തേഡും. 5. ഈസ് ടാക്ടിക്സ്. സമ്മർദ്ദമില്ലാത്ത മാനിഫെസ്റ്റേഷൻ. പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ അത് വളരെ കഷ്ടപ്പെട്ട് സ്ട്രെസ് എടുത്താണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ 5ാമത്തെ വഴി ഈസ് ടാക്ടിക് വരുന്നത്. രഹസ്യം: നിങ്ങൾ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്തു എന്ന് കരുതുക. ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കാറില്ലല്ലോ. വരും എന്ന ഉറപ്പോടെ നിങ്ങൾ സമാധാനമായിരിക്കുന്നു. ഇതേ റിലാക്സേഷൻ മാനിഫെസ്റ്റേഷനിലും വേണം. എങ്ങനെ ചെയ്യണം? നിങ്ങളൊരു ആഗ്രഹം പ്രപഞ്ചത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്ന് ആലോചിച്ച് വിഷമിക്കരുത്. ഇത് എന്റേതാണ്, അതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾ എത്രത്തോളം റിലാക്സ്ഡായി ഇരിക്കുന്നുവോ അത്രയും വേഗത്തിൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആഗ്രഹം എത്തിക്കും. കാരണം സമാധാനം എന്നത് ഉയർന്ന വൈബ്രേഷനാണ്, എന്നാൽ ടെൻഷൻ എന്നത് താഴ്ന്ന വൈബ്രേഷനാണ്. 6. പില്ലോ മെത്തേഡ് മൈനസ് ഉറക്കത്തിലെ അത്ഭുതം. 6ാമത്തെ വഴി വളരെ നിഗൂഢവും എന്നാൽ എളുപ്പമുള്ളതുമായ പില്ലോ മെത്തേഡാണ്. നമ്മുടെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, ഏറ്റവും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്നത് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ കുറച്ച് മിനിറ്റുകളിലാണ്. ചെയ്യേണ്ട രീതി: രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ചെറിയ പേപ്പറിൽ പോസിറ്റീവായി എഴുതുക. ഉദാഹരണത്തിന്, എന്റെ ബിസിനസ് വലിയ വിജയമാണ്. എന്നിട്ട് ആ പേപ്പർ നിങ്ങളുടെ തലയിണയ്ക്കടിയിൽ പില്ലോ വയ്ക്കുക. ഉറങ്ങുന്നതിന് മുൻപ് ആ പേപ്പറിൽ തൊട്ടുകൊണ്ട് ആ ആഗ്രഹം നടന്നതായി ഒരു നിമിഷം സങ്കല്പിക്കുക. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ആ അവസാനത്തെ ചിന്തയെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കും. രാത്രി മുഴുവൻ ആ ആഗ്രഹം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുകയും അടുത്ത ദിവസം മുതൽ ആ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സാഹചര്യങ്ങൾ പ്രപഞ്ചം ഒരുക്കിത്തരികയും ചെയ്യും. ഉറക്കത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ടൂളാക്കി മാറ്റുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇമോഷണൽ വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡ് മാജിക്കും. 7. വിഷ്വലൈസേഷൻ വിത്ത് ഇമോഷൻ മൈനസ് വൈകാരികമായ ദൃശ്യവൽക്കരണം. പലരും കണ്ണടച്ച് ആഗ്രഹങ്ങൾ സങ്കല്പിക്കാറുണ്ട്, പക്ഷേ അവയൊന്നും നടക്കാറില്ല. എന്തുകൊണ്ട്? അവിടെ ഒരു പ്രധാന ചേരുവ മിസ്സിംഗ് ആണ്. അതാണ് വികാരം, ഇമോഷൻ. വികാരമില്ലാത്ത വിഷ്വലൈസേഷൻ ഇന്ധനമില്ലാത്ത വണ്ടി പോലെയാണ്. രഹസ്യം: പ്രപഞ്ചത്തിന് ചിത്രങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ്. നിങ്ങളൊരു പുതിയ വീട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വീടിന്റെ ചിത്രം മാത്രം കണ്ടാൽ പോരാ. ആ വീട്ടിലെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ സന്തോഷം, പുതിയ പെയിന്റിന്റെ മണം, തറയിലെ തണുപ്പ്, നിങ്ങളുടെ ഉള്ളിലെ ആ ആവേശം, ഇവയെല്ലാം ഇപ്പോൾ തന്നെ അനുഭവിക്കണം. എങ്ങനെ ചെയ്യണം? ദിവസവും 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് ആദ്യം കെട്ടിപ്പിടിക്കുന്നത്? നിങ്ങൾ ആഹ്ലാദം കൊണ്ട് കരയുന്നുണ്ടോ? ആ ഫീലിംഗ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു വിറയലായി ഗൂസ്ബംസ് അനുഭവപ്പെടുന്നതുവരെ സങ്കല്പിക്കുക. ആ നിമിഷം നിങ്ങളുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന്റെ ഉന്നത തലങ്ങളിലെത്തും. 8. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മൈനസ് അത്ഭുതങ്ങളുടെ താക്കോൽ. 8ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേയൊരു ഉത്തരമേയുള്ളൂ: നന്ദി പറയുക എന്നത്. തന്ത്രം: നന്ദി പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് എന്റെ പക്കലെല്ലാം സമൃദ്ധമായി ഉണ്ട് എന്നാണ്. ഇതിനകം നിങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്വസിക്കാൻ കഴിയുന്നതിന് നന്ദി പറയുക. കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തിന് നന്ദി പറയുക. മാനിഫെസ്റ്റേഷൻ എളുപ്പവഴി. ഇനി ഇതാണ് ഇതിലെ മാന്ത്രിക വിദ്യ. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിച്ച് അതിന് മുൻകൂറായി നന്ദി പറയുക. എനിക്ക് ഈ അത്ഭുതം നൽകിയതിന് പ്രപഞ്ചമേ നന്ദി എന്ന് ഒരു ഡയറിയിൽ ദിവസവും എഴുതുക. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നൽകാതിരിക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും തുറക്കും. ഉപസംഹാരം: ഈ 8 വഴികളും നിങ്ങളുടെ കയ്യിലുള്ള മാന്ത്രിക താക്കോലുകളാണ്. ഇതിലെല്ലാം കൂടി ഒരേ സമയം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ഇന്നു മുതൽ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ അത് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു മാനിഫെസ്റ്റേഷൻ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം.
സമൃദ്ധി നിങ്ങളെ തേടിയെത്തട്ടെ. നന്ദി.